വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. അപ്പോൾ ഇന്നലെ ഹൈലൈറ്റ് മാളിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഹൈലൈറ്റ് മാള് കഴിഞ്ഞിട്ടുള്ള പ്രദേശം നമ്മൾ തൊണ്ടയാട്, ഹൈലൈറ്റ് മാള് മുതൽ തൊണ്ടയാട് തൊണ്ടയാടല്ല നമ്മളെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ആ ഒരു ഭാഗത്തേക്കുള്ള ഏരിയയുടെ വർക്കാണ് നമ്മൾ പുതിയ കാഴ്ചകൾ, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് നമ്മൾ വീഡിയോ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, പരമാവധി ഒന്ന് ഷെയർ ചെയ്തോളൂ. പന്തീരങ്കാവ് ഹൈലൈറ്റ് മാളിൻ്റെ പ്രദേശത്ത് നിന്ന് നേരെ രാമനാട്ടുകരയെ ലക്ഷ്യമാക്കിയിട്ട് പിടിക്കുകയാണ്. ഒപ്പരി വെയിലത്താണ് നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ വീഡിയോ ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും അതിനായിട്ട് കോഴിക്കോട് വീണ്ടും വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കൂടി നമ്മൾ ഇന്ന് തന്നെ ചെയ്യാണ്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടി ചൂടുള്ള സമയത്ത് പൊരിവെയിലത്താണ് ചെയ്യുന്നത്, നോമ്പിനാണ്. അപ്പോൾ കുറച്ച് എഫേർട്ട് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ നമ്മളെ രാമനാട്ടുകരയെ ലക്ഷ്യമാക്കിയിട്ട് യാത്രയാണ്. ഇവിടെയൊക്കെ 6 വരിപ്പാത പൂർത്തിയായ ഒരു കാഴ്ചയാണ്. 6 വരിപ്പാത കംപ്ലീറ്റ് ടാറിങ് ആയിട്ടുണ്ട്. ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്ക്, 3 വരിപ്പാത ഡിവൈഡ് ചെയ്യുന്ന ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത്. അപ്പോൾ ആ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ ടാറിങ്ങൊക്കെ ഇളക്കിയിട്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. ഈ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ആറിവാളല്ല, ക്രാഷ് ബാരിയർ പുനഃസ്ഥാപിക്കലല്ല, ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ, കുറച്ച് ഏരിയയേ ഉള്ളൂ, ഒരു 500 മീറ്ററേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പഴയ ദേശീയപാത. അപ്പോൾ ഇവിടെയൊക്കെ ലെവൽ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ KNRC ആണ് വർക്ക് എടുക്കുന്നത്. അപ്പോൾ KNRCയുടെ വർക്ക് വേറൊരു സ്റ്റൈലാണ്. പന്തീരങ്കാവ് ദേശീയപാത ഈ പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരുന്നത്. ലെഫ്റ്റിലോട്ട് ചേർന്നിട്ടാണ് ബാക്കി 3 വരിപ്പാത വരുന്നത്. നമ്മളിപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ, രാമനാട്ടുകര ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട് ചേർന്നിട്ടാണ് ദേശീയപാത വരുന്നത്. നമ്മളെ മാമ്പുഴ പാലത്തിൻ്റെ അടുത്താണുള്ളത്. മാമ്പുഴ പാലത്തിലും ഇതേപോലെ ലെഫ്റ്റ് സൈഡിലോട് ചേർന്നിട്ടാണ് ദേശീയപാത വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട് ചേർന്നിട്ട് തന്നെയാണ് റൈറ്റ് സൈഡിലും കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പം റൈറ്റ് സൈഡിൽ ഓൾറെഡി ഗേഡറുകളൊക്കെ സ്ഥാപിച്ച് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലെഫ്റ്റ് സൈഡിലെ ഭാഗത്താണ് കുറച്ച് ഗേഡറുകൾ സ്ഥാപിക്കാനും കോൺക്രീറ്റ് ചെയ്യാനും ബാക്കിയുള്ളത്. ഈ പഴയ പാലം അതേപോലെ തന്നെ നിലനിർത്തുകയാണ്. ഇതിൻ്റെ മുകളിൽ തന്നെ ടാറിങ്ങും മറ്റു വർക്കുകളൊക്കെ എടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് പിന്നെ വാളും കാര്യങ്ങളൊക്കെ സൈഡ് ഇതൊക്കെ ബാരിക്കേഡ് ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞ് മാമ്പുഴ പാലം കഴിഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിൽ പിന്നെ ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ ദേശീയപാത എലിവേറ്റഡ് ഹൈവേ ആയിട്ട് മുകളിലൂടെ വായുവിലൂടെ അന്തരീക്ഷത്തിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ഉയർന്നു പോവുകയാണ് ചെയ്യുക. ഇവിടെയൊക്കെ ടാറിങ് കുറച്ച് സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പം മറ്റു ഭാഗങ്ങൾ ടാർ ചെയ്യാനും അതേപോലെ തന്നെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാനുള്ള വർക്കാണിപ്പോൾ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മളെ എലിവേറ്റഡ് ഹൈവേ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ. ഇത് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ നോക്കാൻ ആരെയും കാണുന്നില്ലല്ലോ. പന്തീരങ്കാവ്, പന്തീരങ്കാവ് ജംഗ്ഷനാണിത്. പന്തീരങ്കാവ് ജംഗ്ഷന് ഇവിടെ അണ്ടർ പാസേജൊക്കെ ഈ എലിവേറ്റഡ് ഹൈവേയുടെ ചുവട്ടിലൂടെയാണ് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ബ്രിക്സ് വാൾ നിർമ്മിച്ചിട്ടുള്ള സർവീസ് റോഡാണ്. ഈ ബ്രിക്സ് വാളാണ് കാണാൻ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെയാണ്. അപ്പം ബ്രിക്സ് വാളാണ് കോഴിക്കോട് കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രിക്സ് വാളിൻ്റെ മുകളിൽ റെഡിമെയ്ഡായിട്ടുള്ള ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചതിന് ശേഷം അതിന് മുകളിലിട്ട് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ടാർ ചെയ്ത് അങ്ങനെയാണ് ഈ പ്രദേശങ്ങളിൽ വർക്കെടുക്കുന്നത്. ഇവിടെയൊക്കെ വിശാലമായിട്ട് 6 വരി പാത ടാറിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ബൈക്കുകാരനൊക്കെ ഫുട്പാത്തിലൂടെയാണ് കയറി വരുന്നത്. അത് റോങ് സൈഡ്. ഇതാണ് മക്കളെ ഇവിടെയുള്ള കാഴ്ചകൾ. ആറ് വരിപ്പാത പൂർണ്ണമായും ടാറിങ് പൂർത്തിയായ ഒരു പ്രദേശമാണ് പന്തീരങ്കാവ്. ഈ പന്തീരങ്കാവിൽ 6 വരിയും തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മളെ മറീന മോട്ടോഴ്സ്, ടാറ്റയുടെ മറീന മോട്ടോഴ്സിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് പൊതുവെ കുറച്ച് നല്ല കാലാവസ്ഥയാണ് തോന്നുന്നത്. കാരണം 11 മണിയായിട്ടും സാധാരണ രീതിയിൽ വമ്പിച്ച പൊരി വെയിലായിരിക്കും. പക്ഷേ ഇന്ന് വെയിൽ കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് വീഡിയോ എടുക്കാനും കുറച്ച് സുഖമുണ്ട്. ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ 6 വരിപ്പാതയുടെ ടാറിങ് കഴിഞ്ഞു. വീണ്ടും നമ്മൾ 3 വരിപ്പാതയിലൂടെ പാസ് ചെയ്യാണ്. പക്ഷെ ഇവിടെ എക്സ്കവേഷൻ നടക്കുന്നുണ്ട്. KMC കണ്ട ഇവിടെ കണ്ടമാനം സബ് കൊടുത്തിട്ട് ഇവിടെയുള്ള നാട്ടിലുള്ള ഒരുപാട് എക്സ്കവേഷൻ ടീമിന് സബ് കൊടുത്ത് കണ്ടമാനം മണ്ണിങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വർക്കിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. കണ്ടാ ഒരുപാട് വാഹനങ്ങൾ സബ് കൊടുത്ത് നാട്ടിലുള്ള കംപ്ലീറ്റ് വാഹനങ്ങളെ കൊണ്ട് മണ്ണടിച്ച് സടപടേ എന്ന് പറഞ്ഞ് പണി ഇങ്ങനെ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്തേക്കാണ് ദേശീയപാതയിൽ അവിടെ മണ്ണ് കൂട്ടിയിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ബ്രിക്സ് വാള് നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ്. നെറ്റലിട്ട് ബ്രിക്സ് ഇട്ട് അതിൻ്റെ മുകളിൽ നെറ്റിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇട്ട് അങ്ങനെ കണ്ട ഒരുപാട് പരിപാടികളുണ്ട്. ഇതിന് മുന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. ബ്രിക്സ്
കംപ്ലീറ്റ് മെറ്റൽ നിറക്കാണ്. ലാസ്റ്റ് ഏറ്റവും ടോപ്പിൽ കോൺക്രീറ്റ് ചെയ്യും. ഒരു ഇത്ര ലെയർ കഴിഞ്ഞിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുക. അപ്പം നേരത്തെ നമ്മൾ പന്തീരങ്കാവ് 6 വരി പാതയുടെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ എന്നുള്ള കാഴ്ച കൂടി നമുക്ക് കണ്ടുവെക്കാം. നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് നമ്മൾ 6 വരി പാത കടന്നു പോകുന്നത്. പന്തീരങ്കാവ് പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് കടന്നു പോകുന്നത്. ഇവിടെ അല്പം താണിട്ടുണ്ട് എന്നല്ലാതെ നമ്മൾ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നില്ല. KMCയുടെ വർക്കാണിത്. ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ 6 വരി പാത പാസ് ചെയ്ത് പോകുന്നത്. ഇത്രയും ഹൈറ്റിൽ. അയ്യോ, നമ്മൾ കുടുങ്ങിയെന്നാണ് തോന്നുന്നത്. നാം തിരിച്ചു വരേണ്ടിയിരിക്കുന്നോ? ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണല്ലോ, സർവീസ് റോഡ്. ഇത്രയും ഉയർന്നിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത്. കംപ്ലീറ്റ് കുഴിച്ച് കുളം തോണ്ടിയിട്ട് ഒരു രക്ഷയില്ല. അറപ്പുഴ പാലത്തിൻ്റെ ചുവട്ടിലാണ് നമ്മളുള്ളത്. പന്തീരങ്കാവ് ആ ഒരു പ്രദേശമൊക്കെ കഴിഞ്ഞ് അറപ്പുഴ പാലത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വർക്ക് നടക്കുന്നൊരു കാഴ്ചയാണ്. KMC തന്നെയാണ് ഇവിടെയും വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. പൈലിംഗ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടാണുള്ളത്. ഇനി അതിൻ്റെ പൈൽ ടോപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് നടക്കാനുള്ളത്. ഒരു ഏകദേശമൊക്കെ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ചാനൽ കണ്ട എല്ലാ ആളുകൾക്കും താങ്ക്സ്.